രാവിലെ എണീച്ചപാടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7:30 നിസ്കാരത്തിന്റെ ഇവിടുന്ന് 7:25 എണീച്ച് ഓടിയതാണ്. അങ്ങനെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് തിരിച്ച് പുറക്കേക്ക് എത്തിയിട്ടുണ്ട്. ബൈ ദ വൈ നമ്മൾ കുറെ ദിവസമായി വീഡിയോസിൽ ഇട്ടിട്ട് നിങ്ങൾ എന്നെ കുറെ ആയിട്ടുണ്ട് നമ്മളെ വ്ളോഗെല്ലാം കണ്ടിട്ട്. എന്റെ പെരുന്നാൾ കുപ്പായ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ട് എല്ലാവരും ഒരേപോലെയായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടത്. ഇതാവുമ്പോൾ ആരും ഒരേപോലത്തെ ഒന്നും എടുത്തിടൂല. ഇത് ജാക്കറ്റ് കഴിച്ചിട്ടിട്ടുള്ള കോലാണ് ഇത്. അപ്പൊ ഇതിൽ രണ്ടിൽ ഏതാണ് ഏറ്റവും രസമുള്ളത്? ജാക്കറ്റ് ഇട്ടിട്ടാണോ ഇടാണ്ടാണോ? എല്ലാ പെരുന്നാൾക്കും നമ്മൾ കൂടുതലും കിടന്നുറങ്ങലാണ്. അപ്പൊ ഇന്ന് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതാണ് ഇന്നത്തെ വ്ളോഗിന്റെ പ്രത്യേകത. ആദ്യം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്ന ഒരു ലൈക്ക് കമന്റിൽ അടിക്ക് ഇങ്ങോട്ടൊക്കെ അടിക്ക്. ഇത് പറഞ്ഞു ഞാൻ പിന്നെ കിടന്നുറങ്ങി. ഉറങ്ങിണീച്ച് നോക്കുമ്പോൾ 1 മണി. അനക്കാണ് ഒടുക്കത്തെ വിശപ്പ്. ഞാൻ നോക്കുമ്പോൾ തിന്നാൻ ഇവിടെ ഒന്നുമില്ല. ഇനി ഉച്ചക്കത്തെ ബിരിയാണി മാത്രമേ ഇപ്പൊ ആക്കിക്കൊണ്ടിരിക്കുന്നത്. രാവിലത്തെ ഫുഡൊന്നും ഇല്ലേ. അതെല്ലാം ആരല്ലോ തിന്നിട്ട് പോയി. ഇപ്പൊ പായസാണെങ്കിൽ പായസം വയറ് നടക്കണല്ലോ, വിശപ്പുണ്ടല്ലോ. ബൈ ദ വൈ നമ്മൾ ക്യാമറ ക്വാളിറ്റിയെല്ലാം കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതെന്റെ പുതിയൊരു ക്യാമറയിൽ എടുത്ത ക്ലിപ്പാണ്. ഞാൻ ഉറക്കത്തിന് എണീച്ച് വന്നപാടും ആയതുകൊണ്ടാണ് ഇമാതിരി ക്വാളിറ്റി ഇരിക്കുന്നത്. ഉച്ചക്കത്തെ ഫുഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഫുള്ളായിട്ട് ആയിട്ടില്ല. ആയി കഴിഞ്ഞിട്ട് വേണം നല്ലോണം തിന്നാൻ. നല്ലോണം വിശന്നിരിക്കും. ഇങ്ങനെ പായസം കുടിക്കാൻ എന്ത് രസാന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്ല അത്ര വലിയ രസമൊന്നുമില്ല. പക്ഷെ പായസം നല്ല രസമുണ്ട്. എനിക്ക് നല്ലോണം എന്തെങ്കിലും കനത്തിൽ തിന്നണം. ഒരു അമ്മിക്കല്ല് കിട്ടിക്കൊണ്ട് അതങ്ങോട്ട് തിന്നണം. വിശപ്പങ്ങ് മാറണം. നല്ല വിശക്കുന്നു. പറയാമെന്ന് വെച്ചാൽ നമ്മളെ ക്യാമറ കുറച്ചുകൂടി വൈഡ് ആംഗിൾ ആണ്. നമുക്ക് മൊത്തമായിട്ട് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഈ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? ഇന്ന് എന്റെ ബ്ലോഗ് കുറച്ചുകൂടി ക്വാളിറ്റി കാണാൻ പറ്റും. ഈ പായസം ഒന്നും എനിക്ക് അത്ര ഏടിയൊന്നും എത്തിക്കില്ല. അതുകൊണ്ട് ഞാൻ മെല്ലെ കിച്ചണിലേക്ക് പോവാ. ചോറ് ആയിക്കണ്ടേ ഫസ്റ്റ് എടുത്ത് തിന്നാന്നുള്ള രീതി. ഇനി നമ്മൾ പ്രത്യേകിച്ച് ഫുള്ള് പ്രൊഡക്റ്റീവ് ആയിരിക്കുക. ഇപ്പൊ ഞാൻ കുറച്ചമേ കിടന്ന് ഉറങ്ങി. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഊർജ്ജം കിട്ടുള്ളൂ. ഞാൻ കിച്ചണിൽ വന്നക്കൊണ്ട് ഉമ്മ ഉണ്ട് നല്ലോണം കോഴി പൊരിച്ച് നെയ്യിലിട്ട് പൊരിക്കുന്നു. ഇതിന്റെ രസാന്നറിയാ കാണുമ്പോ. ആ നെയ്യ് കൈയിട്ട് മുക്കിയിട്ട് എടുത്ത് തിന്നാൻ തോന്നുന്നു. അങ്ങനെ രസമുണ്ട് കാണാൻ. നിങ്ങൾ നോക്കിയാട്ടെ ഈ കോഴി പൊരിച്ച ആടുന്ന് ഡയറക്റ്റ് കാണുന്ന പോയിട്ട് ഉമ്മ ഒരു കഷ്ണം എടുത്ത് കടിച്ചിട്ട് കാണിച്ചാൽ നിന്നാ നോക്കിയൊക്കെ കോഴി പൊരിച്ച. അവരെ ബേ ഒന്ന് ചോറാക്കി കൂടെ എന്നിട്ട് വേണം എനിക്ക് തിന്നാൻ. ഞാൻ തിരിച്ചെന്റെ റൂമിലേക്ക് കയറി വന്നു. ഇതൊക്കെ ഇവിടെ ഒരു അംഗം വെട്ടിയ പോലെ ഇല്ലേ റൂമാണ്. ഞാൻ നേരത്തെ പറയില്ലേ 7:30 നിസ്കാരത്തിന് 7:25 ഞാൻ ഇവിടുന്ന് എണീച്ച് ഓടിയതാണ്. ആ സമയത്ത് എല്ലാം വലിച്ചിട്ട് ഓടിയതാണ്. എന്റെ ഹെയർ സ്ട്രൈറ്റിങ് ചെയ്തതും അതും ഇതും ഡ്രസ്സും എല്ലാം കഴിച്ചിട്ട് ഓടിയതാണ് ഇവിടുന്ന്. ഇത് പിന്നെ ഞാനാണ്. ഈ കണ്ണാടി കൂടെ കാണുന്നത് ഞാനാണ്. ഇതാണ് ഞാൻ പുതിയ വാങ്ങിച്ച ക്യാമറ. എങ്ങനെയുണ്ടെന്ന് തെറ്റല്ലേ? ഇനി നിങ്ങൾക്ക് എന്നെ മൊഞ്ചില് കാണാൻ പറ്റൂ. ഇല്ലേലെ എന്റെ മൊഞ്ചിപ്പോ കുറച്ച് കൂടുതലാണ് എല്ലാരും പറയുന്നത്. ഇതിങ്ങനെ എങ്ങനെയല്ല തിരിക്കാട്ടെ. ഇത് ഇങ്ങനെയല്ല സൂപ്പർസാണ്. ഞാൻ എന്റെ റൂമിലുള്ള കാഴ്ചകളിലെ സവിശേഷതകൾ സുവിശേഷതകൾ കാണിച്ചു തരാം. അത് വലിയൊരു കട്ടാവുന്ന സാധനം ഉണ്ട്. അത് ഹെയർ കൂളർ ആട്ടെ. ഇപ്പോഴത്തെ പുതിയ വാങ്ങിച്ച സാധനം. എന്റെ റൂമിൽ വേറൊരു സാധനം ഉണ്ട്. ഇതാണ് എന്റെ പൂക്കി ടെഡി. എനിക്ക് ദേഷ്യം പിടിച്ച് എന്റെ മോന്താട്ടൊക്കെ നോക്കി 2 കൊടുക്കും. എനിക്ക് അവിടെ കിടത്തി ഞാൻ വന്ന് ഇപ്പൊ ഒരു പൂക്കിയാവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇരിക്കട്ടെ, ഇങ്ങനത്തെ സാധനമൊക്കെ റൂമിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് മോന്തൊക്കെ ഇട്ട് കൊടുക്കാലോ. ഇതാണ് ഇപ്പൊ കറന്റ് എന്റെ റൂമിന്റെ അവസ്ഥ. ഇതെന്റെ ഷൂസ് അങ്ങനെ ഇട്ടിട്ട് റൂമിൽ കയറി വന്നിട്ട് റൂമിലെ കഴിച്ചിട്ടിട്ടുള്ളത്. എന്റെ റൂമൊന്നും ചിലപ്പോൾ മര്യാദക്കാരും കണ്ടിട്ടുണ്ടാവുക. ഇതെന്റെ കുപ്പായം അതും കഴിച്ച് കൊളത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഡ്രസ്സെല്ലാം മാറ്റി മറ്റേ ചാത്ത ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ അപ്പടി ഞാൻ ഡ്രസ്സെല്ലാം കഴിച്ചു വെക്കും. എനിക്ക് പിന്നെ അതൊന്നും ഇട്ടുകൊണ്ടിരിക്കാനൊന്നും കഴിയില്ല. അല്ല പണ്ട് ചെറുപ്പത്തിൽ അങ്ങനെ നടക്കാൻ ഭയങ്കര രസമായിരുന്നു. ഇത് ഞാൻ ചൂട്ടത്ത് വാങ്ങിച്ച കൂളറാ കഴിച്ച്. ഈ കൂളർ വാങ്ങിച്ചതിന് ശേഷം പിന്നെ ഫുള്ള് മഴയായിരുന്നു. ഇത് ഇട്ടിട്ട് ഉറങ്ങാനുള്ള ഒരു ദിവസം കിട്ടിയില്ല മര്യാദ. എന്നാലും ഞാൻ ഇട്ടിട്ട് ഉറങ്ങും. ഇതിനൊരു നല്ല തണുത്ത കാറ്റാണ്. ഈ തണുത്ത കാറ്റ് ഇങ്ങനെ മോന്തൊക്കെ അടിച്ചോണ്ട് ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് സുഖാന്ന് അറിയാമോ. എനിക്ക് ഈ ബെഡ് കാണുമ്പോൾ ഇപ്പൊ കിടന്നുറങ്ങാൻ തോന്നുന്നു. ഇപ്പൊ ഏകദേശം 1:14 ഇനി ചോറ് വെക്കണം. ചോറ് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഫുള്ള് ഫോട്ടോഷൂട്ടാണ് കഴിച്ചത്. മൊത്തം പ്രൊഡക്റ്റീവായിട്ട് പുറത്തെല്ലാം പോയിട്ട് മൊത്തം കറങ്ങും. ബൈ ദ വേ നമ്മളെ ക്യാമറയുടെ ലുക്ക് ഒന്നുകൂടി പറയാം. എന്റെ ലുക്ക് എങ്ങനെയാന്ന് പറയും. രണ്ടിന്റെ ലുക്ക് നിങ്ങൾ എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. വിളിച്ച് ചിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറന്റെ ക്വാളിറ്റി നോക്കാൻ വേണ്ടിട്ട് എന്തെല്ലോ കാണിക്കുന്നതെന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് വേറെ മാനസികമൊന്നുമില്ല. ഞാൻ ഇപ്പൊ താഴത്തെ വന്നൊക്കെ പിന്നെ ചോറ് തിന്നേണ്ട സമയം. ഇവ ഈ 2 കുഞ്ഞിക്കുരിപ്പുകൾ പെട്ടെന്ന് വന്നിട്ട് ഇരുന്നിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ചോറ് വെക്കണം, കോഴി വരച്ച് ബിരിയാണി എല്ലാം വേണമല്ലോ പറഞ്ഞു. മൂട്ടവത്തെ വെക്കുന്നതിന് ഇത്രയും വലിയ ഇല കുഞ്ഞിലയിൽ ഇരുന്നാന്ന് പറഞ്ഞിട്ട് 2 ഞാൻ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇരുത്തുന്നുണ്ട്. ഐ ഡോണ്ട് നോ. ഈ പെരുന്നാൾക്ക് ഉച്ചക്ക് ബിരിയാണി തിന്നാൻ വേറെ തന്നെ രസമാണ്. പിന്നെ ഈ പെരുന്നാളായിക്കിനെ എല്ലാം മണപ്പിച്ചിട്ട് വരും. ഒരുത്തവിടെ മണത്തിട്ട് ഓനിക്ക് സൈകെട്ടിട്ടോ വന്നിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടോ. എനിക്കൊരു കഷ്ണം പോലും കൊടുത്തിട്ടില്ല ഇത്ര നേരമായിട്ട്. ഇരുന്ന് കരയുന്നുണ്ടോ. ഇവിടെയാണ് ഉമ്മ നല്ല ദമ്മെല്ലാം പൊട്ടിച്ചിട്ട് മസാലയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അപ്പുറം ബിരിയാണി ആയിട്ട് വരെ തിന്നാലും സമ്പലം സെറ്റാക്കി ഇലയൊക്കെ പിടിച്ച് മൊത്തം ആൾക്കാരെല്ലാം വന്ന് ഫസ്റ്റ് കാച്ചമ്പറെല്ലാം ബീറ്റി ഇനി അങ്ങോട്ട് അടിക്കണം. ഒരു 1.5 അടിക്കണം. പെരുന്നാൾക്ക് ഉച്ചക്കത്തെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ ഒരു ലഹരിയാണ്. അത് അടിച്ചോട്ടി കിക്കിങ് വരുന്നുണ്ട്. അതിന്റെ ഒപ്പറ്റ് കുറച്ച് മസാലയും കൂടി. മസാല അങ്ങോട്ട് വീയട്ടെ. എവിടെ മസാല? ആ മസാല വീണ മോനെ സീന്. ഇത് രണ്ടും മാത്രം ഞാൻ ഇവരെ കൊണ്ട് ഇടിപ്പിക്കും. പക്ഷെ കോഴി പൊരിച്ച അത് ഞാൻ തന്നെ എടുക്കും. കാരണം ഇവർ കള്ളപ്പീസായിരിക്കും എനിക്ക് തരാൻ. എനിക്ക് കള്ളപ്പീസ് ഇഷ്ടമല്ല. എനിക്ക് നല്ല പീസ്. ഇതെന്താ ക്യാമറ ഉണ്ടാ പിന്നെ ഈനല്ല അരട്ടളവ് എന്താന്ന് എനിക്കറിയില്ല. കിണിക്കുന്നുണ്ടോ. ഒരുത്തൻ തിന്നോണ്ടിരിക്കും. മോനെടുത്തൊരു ഓനുണ്ട് അണ്ണാക്കൊന്ന് കിണിക്കുന്നു. ഇതാണ് ഇവിടുത്തെ മൂത്താപ്പ. നല്ലോണം തിന്നിട്ട് ഫുള്ള് മത്ത് പിടിച്ചിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ്. നമ്മളെല്ലാം ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് വേറൊരു മൂത്താപ്പ. എല്ലാവരും ചോറ് കഴിച്ച് അതിന്റെ ഒപ്പം പായസം കൂടി കുടിച്ച് നല്ല മത്ത് പിടിച്ച് നമ്മൾ ഇന്ന് ഫോട്ടോഷൂട്ട് പോകാന്നുള്ള പ്ലാനിങ്ങില്ല. പക്ഷെ ഇപ്പൊ ചോറ് വെച്ച് നോക്കുമ്പോ പിന്നെ ഉറക്കം
ഉറക്കെല്ലാം വരാൻ തുടങ്ങി. ഇതെല്ലാം എടുത്തല്ല വന്നിക്ക് എന്താ ഇത് അത്ര എണ്ണ ഇതെല്ലാം വന്നിട്ട് ഇവിടെ ചട്ടിയും ബക്കറ്റെല്ലാം ഉന്തിട്ട് ഇത് നല്ലോണം അടിച്ച് തിന്നു മൊഞ്ചെല്ലാം നോക്കുന്നുണ്ട്. നമ്മൾ രണ്ടാള് കട്ടി ഇന്ന് ഫോട്ടോഷൂട്ടിന് പോകുന്നത്. ഇത് ഇവിടെ ഈ പൊരക്കേറ്റ് എല്ലാ ആൾക്കാർക്ക് ക്യാമറ കണ്ട എന്തെല്ലോ വളക്കാന്ന് കണ്ട മോന്തോണ്ടെല്ലാം കാണി. ഞാൻ പറഞ്ഞു എന്ത് കാണിച്ചാലും എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. ഒരു ദയാദാക്ഷിണ്യം ഇല്ല, അങ്ങനെ പോസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ കെട്ടും പൂട്ടെല്ലാം എടുത്ത് നേരെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാ. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് പെരുന്നാളായതുകൊണ്ട് എല്ലാ മുക്കും മൂലയിലും എല്ലാ ആൾക്കാരും ഉണ്ടാവും. ഇതിപ്പോ എവിടെ പോയിട്ട് ഏത് നല്ല ലൊക്കേഷൻ പോയിട്ട് എടുക്കുന്നുള്ള കൺഫ്യൂഷൻ. എവിടെയെങ്കിലെല്ലാം പോയി നോക്കാം, ആൾക്കാർ കുറവുള്ള സ്ഥലത്തുനിന്ന് എടുക്കാന്ന് വിചാരിക്കുന്നു. വൈദവൈ നമ്മൾ തലശ്ശേരിയിലേക്ക് പോവാണെന്ന് ഇത്രയും ക്വാളിറ്റിയിൽ നിങ്ങൾ എന്റെ നാട്ടിലെ കാഴ്ചകളൊന്നും കണ്ടില്ലല്ലോ. നിങ്ങൾ കുറച്ച് സമയം എന്റെ നാട്ടിലെ കാഴ്ചകളൊക്കെ ആസ്വദിക്കൂ. ഫുട്ബോളൊക്കെ തുടങ്ങാനായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ കൊടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഏത് ഫുട്ബോൾ ടീമാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. പ്രധാന വാർത്തകൾ വണ്ടിയുടെ ബാക്കിൽ നിന്ന് വായിക്കുന്നത് വെക്ടർ ഹീൽ. വലിയ ആനക്കാരെ പോലെ പോകുന്നുണ്ട്. നല്ല ഫോട്ടോ വീഡിയോ എല്ലാം കിട്ടിയാൽ മതി. നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്ന സമയത്ത് നല്ല ഫോട്ടോസ് ഒന്നും കിട്ടാറില്ല, എപ്പോഴും ഫ്ലോപ്പായി പോകലാണ്. ഈ ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നല്ല ക്വാളിറ്റി ഇല്ല കൈസ്. എല്ലാ പച്ചപ്പെല്ലാം ഇങ്ങനെ എടുത്ത് കണ്ണിനടിക്കും. പച്ച കളർ, നീല കളർ, റോസ് കളറെല്ലാം കണ്ണിനടിക്കണേ എന്ന് സൂപ്പർ സാധനമല്ലേ. ഒന്നും കൂടി എന്റെ മുഖം കാണും. പിന്നെ നമ്മൾ ഡെയിലി വ്ലോഗ് ഇടണോ ഗൈസ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഡെയിലി വ്ലോഗ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്? നിങ്ങൾ കാണുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കും. ഞാൻ വീഡിയോ ഇട്ടി. രണ്ടാൾക്കാർ മാസ്ക് എല്ലാം ഇട്ടിട്ടേ പോകുന്നത്. എന്നെ കാണാൻ ഒരുമാതിരി ഡോക്ടർ ലുക്ക് ഉണ്ട് മാസ്കും കൂടി ഇട്ട്. ഇപ്പം തന്നെ വെയിലടിച്ചിട്ട് ഫുള്ള് കരിയായി, മൊത്തം ടാൻ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ആടത്തുന്നപ്പോഴത്തേക്ക് കറുത്ത് കരിമുട്ടനോട്ടാവും. ഫോട്ടോ എടുക്കുന്നപ്പോഴത്തേക്ക് അതിൽ തീട്ടാൻ പോലെ ഉണ്ടാവും. ലാസ്റ്റ് ആര് ഫോട്ടോ എടുക്കാൻ പോയി ഇതന്നെയല്ല അവസ്ഥ എല്ലാ ആൾക്കാർക്കും. ഇങ്ങനെ ഒരുങ്ങിയിട്ട് പോകും, ആടത്തുന്നപ്പോഴത്തേക്കും കറക്കും. നിങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണും. എന്റെ നാട്ടിലെ സുവിശേഷതയുണ്ട്. അതിപ്പോ തലശ്ശേരിലേക്ക് പോകുന്നവരുള്ള റൂട്ടൊക്കെയാണ്. ഈ ക്യാമറ കൂടെ കാണാൻ എന്ത് രസമല്ലേ കാഴ്ചകൾ. ഞാൻ എന്റെ ശരിക്കും കണ്ണു കൂടെ കാണുമ്പോൾ അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നില്ല. ഞാൻ ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കും. ഇതാണ് എന്റെ രസവാ. വാഴയൊക്കെ കൊലച്ചിരിക്കുന്നത് നോക്കി, തെങ്ങൊക്കെ എണീച്ചിരിക്കുന്നത് നോക്കി, സൂര്യന്റെ വെളിച്ചൊക്കെ അടിക്കുന്നത് നോക്കിക്കേ, ബസ്സല്ലേ വരുന്ന നോക്കി. ഇതിപ്പോ നെഞ്ചത്തെല്ലാം കേട്ടു. ഇവിടെ വയലോ കണ്ടോ കാടെല്ലാം നോക്കിക്കേ, എന്ത് രസവാ. മതിലിലെ കാരെല്ലാം പെയിന്റ് അടിച്ചില്ല നോക്കിക്കേ, എന്ത് രസവാ. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ വന്ന് ഫോട്ടോ എടുക്കുന്ന എന്റെ ലൊക്കേഷൻ ആണ് ഇത്. ഇവിടെ ഏടുന്നെല്ലാം ആർക്കെല്ലാം വന്നിട്ട് ഇവിടെ സിനിമ ഷൂട്ടിംഗ് ആണ്. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. ഓ പിന്നെ എന്റെ നാട്ടിൽ വന്നിട്ട് എന്നോട് വീഡിയോ എടുക്കാൻ പാടില്ല, പോയി തൂറിക്കോടുന്നു. അങ്ങനെ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തി. അവിടെ ഫുള്ള് സിനിമ ഷൂട്ടായിട്ട് നമ്മൾ നേരെ സെമിത്തേരിയിൽ. ഇവിടെ ആളുകളെ കുഴിച്ചിട്ട സ്ഥലമാണ് പള്ളി. ഇവിടെ ഇപ്പൊ പ്രേതാലയമായ പ്രേതങ്ങളൊക്കെ പുറത്തിറങ്ങും. ഇന്ന് നൈറ്റിനെ ഉറങ്ങുമ്പോ ആത്മാവ് വന്നിട്ട് എന്നെ പിടിച്ച് കൊണ്ടുപോകുന്ന എനിക്ക് പേടിയുണ്ട്. കണ്ട അപ്പുറം ഇപ്പുറം ഫുള്ള് കുരിശ്. ഏതോ പള്ളി ചർച്ച, ഒരു കുഞ്ഞു ചർച്ച. ഞാൻ പിന്നെ എവിടെ പോയി കഴിഞ്ഞാൽ എന്ത് പറയാൻ. ആക്ച്വലി കണ്ണാടി ഇല്ലാത്തോണ്ട് ഇതിന്റെ ക്യാമറയിൽ കൂടെ ഞാൻ എന്റെ മുടിയൊക്കെ ഒന്ന് ലെവലാക്കിയതാണ്. ഇതൊക്കെ എന്റെ ബാക്ക്ഗ്രൗണ്ട് കളറും എന്റെ ഡ്രസ്സിന്റെ കളറും സെയിം. അതെങ്ങനെ ഇങ്ങനെ മാച്ചായി? ഷോ എനിക്ക് കളർ സെൻസ് ഉണ്ട് എന്നാണ് അപ്പുറത്തോ. എന്റെ വാതിലിന്റെ കളറ് അത്, അതേപോലെ തന്നെ ചുമരിന്റെ കളർ എന്റെ ഇതെല്ലാമായിട്ട് ഭയങ്കര മാച്ച്. ഞാൻ സൂപ്പർ അല്ലേ, ഞാൻ ഇങ്ങനെ ഒന്ന് വിചാരിച്ച് എടുത്തല്ലോ ഡ്രസ്സ്, പക്ഷെ കളറൊക്കെ മാച്ച്. വാ, ഞാൻ എന്തൊക്കെ പറഞ്ഞത് സൂപ്പറാണ്. പക്ഷേ ഈ ലൊക്കേഷൻ അത്ര നല്ല വൈബ്രന്റ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല വിചാരിച്ച ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല. പക്ഷെ ഉള്ള സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ എടുക്കണം. നാച്ചുറൽ ആയിട്ട് കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഓൾറെഡി മുഖത്ത് നല്ലോണം വെളിച്ചടിച്ചിട്ട് ടാനഡ് ആയിട്ടുണ്ട്. എന്റെ മുഖത്ത് നോയിലൊക്കെ ഒലിച്ചിറങ്ങാൻ തുടങ്ങി. ഇത് നോക്കിക്കേ, ഇങ്ങനെ ഒരു വ്യൂ കണ്ടോ? ഞാൻ മറ്റേ എവിടെയോ വേറെ ഏതോ ഞാൻ ഭൂമിയിലല്ല, ഈ ഭൂമിയിലല്ല, വേറെ ഏതോ ലോകത്ത് അങ്ങനെ എത്തിയ പോലെ ഉണ്ട്. ഇതൊന്നും ആർട്ടിഫിഷ്യൽ അല്ല കേട്ടോ, ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് എന്റെ ക്യാമറയിൽ ഇങ്ങനെ വന്നതാണ്. ഈ വ്യൂ എങ്ങനെയുണ്ട് ഗൈസ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമില്ല, നല്ല നീല ആകാശം, ചുവന്ന ഭൂമി, നീല ഭൂമി. നമ്മൾ പള്ളീന്റെ മറ്റേ സെമിത്തേരിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് മാറിന്ന്, കാരണം എനിക്ക് അവിടുന്ന് പേടിയാവും. ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത്രയല്ലേ നല്ല ലൊക്കേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചെറിയ ചെറിയ സ്ഥലത്തു നിന്നൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോ എടുക്കും. അങ്ങനെ ഞാൻ അവശനായിട്ട് ഇവന് ഇളനീർ ജ്യൂസും ഞാൻ ഇളനീർ വെള്ളം. എനിക്ക് ദാഹിച്ചിട്ടാണ് ഞാൻ ഇളനീർ വെള്ളം കുടിക്കുന്നത്. എനിക്ക് ഇതുപോലത്തെ ജ്യൂസ് ആ സമയത്ത് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദാഹം മാറിയിട്ട് വിശപ്പാവും. പിന്നെ ഇതങ്ങോട്ട് ഓരോ സിപ്പ് എടുക്കുമ്പോൾ വയറ്റിന്റെ അകത്തൊരു തണുപ്പ്. ഇത് നല്ല ശുദ്ധമായ ഇളനീറാണ്. ആളെ കണ്ട കുറെ തേങ്ങ കൊത്തിവെച്ചിരിക്കും. ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനുള്ള പരിപാടി. ഇനി ഇവിടുന്ന് ഇനി എങ്ങോട്ടേക്ക് പോകുന്നുള്ള ചിന്താഗതിയിലാണ് രണ്ടാൾക്കാർ. കാരണം നമ്മൾ കുറെ സ്ഥലത്ത് പോയി, അവിടെയൊക്കെ ഫുൾ ആൾക്കാർ, ബാക്ക്ഗ്രൗണ്ട് എല്ലാം മൊത്തം ആൾക്കാർ. അത്യാവശ്യം നല്ല സ്ഥലം വേണം, പക്ഷെ ആൾക്കാരും ഉണ്ടാകും. അങ്ങനെ സ്ഥലമൊക്കെ തപ്പി ലാസ്റ്റ് ചെയ്ത് നമ്മൾ ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. നല്ല നാട്ടുള്ള കാറ്റ് മുക്കിക്കൂടെ അടിക്കുമ്പോ തന്നെ എന്താ സുഖം. ആ മീനിന്റെ ചല്ലോ തീട്ടോ നായ്ത്തീട്ടോ എന്തല്ലോ മണക്കുന്ന നല്ല സ്ഥലം. എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ ഇവനും കൂടി നേരെ ഈ കടൽപ്പാലത്ത് തന്നെ എത്തും. അത് എന്താണെന്ന് അറിയില്ല. എല്ലായിടത്തും ഫോട്ടോ എടുക്കും, പക്ഷെ ഇവനിക്ക് ഈ കടൽപ്പാലത്ത് ഫോട്ടോ എടുത്തേക്കില്ല ഒരു സമാധാനം. പക്ഷെ ഇവിടെ അത്യാവശ്യം എന്താ പറയാ, ഫോട്ടോ ലൊക്കേഷൻ എന്ന് പറയാനായിട്ട് ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ
നല്ല കടലും നല്ല കടൽ തീരവും നല്ല മേഘങ്ങളും നല്ല തണുത്ത കാറ്റല്ല കൂടുതലുള്ള കാറ്റ് അതിനൊപ്പം നാറ്റ പ്രകൃതി രമണീയമായ കാഴ്ചയിനൊപ്പം നിങ്ങൾ എന്നെയും കൂടി കാണും. എന്നിട്ട് പറഞ്ഞാൽ സുന്ദരനെ സൂപ്പർ. ഇപ്പം കുറച്ച് കറുത്തു അത് വെയിലൊരു കാര്യം. പക്ഷെ ഇവിടുന്ന് ആക്ച്വലി എനിക്ക് ഫോട്ടോ ഒന്നും എടുക്കണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നില്ല. കാരണം ഒന്നാമത് ഇവിടെ കാറ്റടിച്ചിട്ട് മുടി ഒന്നും മര്യാദയ്ക്ക് നിൽക്കൂല. മുടി മര്യാദയ്ക്ക് നിൽക്കാത്ത സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഒരു നായി തീട്ടാൻ പോലെ ഉണ്ടോ. ഞാൻ പറഞ്ഞു നീ ഇവിടുന്ന് ഫോട്ടോ എടുത്തു, ഞാൻ ഇവിടുന്ന് കുറച്ച് വ്ളോഗിന്റെ പാർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കും. അതായത് അവിടേക്കുള്ള ഫോട്ടോസൊക്കെ ഞാൻ എടുത്തോളൂ. അപ്പൊ ഇന്നത്തെ ഇവിടുത്തെ ഏകദേശം പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം സൂര്യനെല്ലാം പോയി രാത്രിയാവാനായിട്ടുണ്ട്. 6-6:30 ആയിട്ടുണ്ട്. അപ്പൊ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവാന്ന് പറഞ്ഞതായിരുന്നു. അപ്പൊ പോവാന്ന് പറഞ്ഞപ്പോ പറഞ്ഞാൽ അവിടെ നല്ല ചുവന്ന സൂര്യനുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാന്ന്. അവിടെ നല്ല ചുവന്ന ഈ ഒരു ചുവന്ന മേഘവും ഇതൊന്നും എനിക്ക് വരൂല പോലും. കാരണം വെച്ചാൽ ഇന്നലെ അങ്ങനെ മഴ പെയ്തിട്ട് ഇന്ന് മേഘം തെളിഞ്ഞതാ പോലെ. അപ്പൊ ഇനി നാളെ ഈ മേഘം ഉണ്ടാവില്ല, വൈറ്റ് ആകാശമായിരിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് മേഘം എല്ലാം പോയിട്ട് വീഡിയോ എടുത്തിട്ട് തരാന്ന് പറഞ്ഞിട്ട് അന്യം കൂട്ടിയിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇതിന്റെ അടുത്ത് അടക്കുന്നോരു മണവും നല്ല ശക്തിയായിട്ട് കൂടുന്നുണ്ട്. അപ്പൊ ഞാൻ മൂക്കും പൊത്തിയിട്ട് ആ ചുവന്ന ആകാശം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് നടക്കുവാണ്. പെരുന്നാൾ ആയതുകൊണ്ടാണ് ഗൈസ് ഇവിടെ ഇത്ര ആൾക്കാർ ഈ അവസ്ഥയായിരുന്നു. എല്ലാടെയും പോയി കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെ സ്ഥലം പോലും ഇല്ല. ഇന്നത്തെ വ്ളോഗിൽ ഇവന് മെയിൻ നമുക്ക് ഇവന്റെ ഈ നടത്തം നോക്കി ഈ സൂപ്പർ നടത്തല്ല ഒരു സോങ് ഇട്ടാലോ. തൂമ്പച്ചാലേ കടപ്പുറത്ത് നീല ഷഡ്ഡി ഒഴുകി വന്നു പോ. അങ്ങനെ ആടുന്ന് കുറച്ച് വീഡിയോസ് എടുത്ത് നേരെ MRIയിലേക്ക് വന്നു. ഇവിടുന്ന് നല്ല ചായ കുടിക്കാന്ന് പറഞ്ഞു. എനിക്ക് ചായയോട് അത്ര താല്പര്യം. ഞാൻ പറഞ്ഞു ഒന്നുകൂടി ജ്യൂസോ വല്ല ലൈമങ്ങാനും കുടിച്ചു. എനിക്ക് നല്ല ദാഹമാണ്. പക്ഷെ എനിക്ക് ചായ വേണം. ചായ കുടിച്ചില്ല തലവേദനയൊക്കെ വരുന്ന ഛർദ്ദിക്കാൻ വന്നിട്ട് തലവേദന വന്നിട്ട് തല ഉറ്റിയിട്ട് തല കറങ്ങിയിട്ട് തല പൊന്തല്ലോ ആയിട്ട് നിലത്ത് വീണ് മരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ഈ ചായ കുടിക്കാത്ത ആൾക്കാർ. ചായ കുടിക്കാൻ കിട്ടിയില്ല. അങ്ങനത്തെ ആൾക്കാരിലൊക്കെ കൂട്ടാൻ വേണമെങ്കിൽ ഇപ്പൊ ചായ കുടിക്കുവാണ്. എനിക്ക് ചായ വേണ്ട, എന്നാലും ഇപ്പൊ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചായ കുടിക്കുവാണ്. ഇപ്പൊ ഞാൻ കുറച്ച് മൊഞ്ചായില്ലേ. ഞാൻ ഒന്ന് മുഖം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മുഖം കഴിഞ്ഞപ്പോ ഞാൻ കുറച്ച് മൊഞ്ചയിച്ചു. അങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ പുരക്കേക്ക് പോയി. ഇനി പുരക്കോ എന്തെല്ലാം പരിപാടി ഉണ്ടെന്ന് പറയുക. ഡ്രസ്സ് എല്ലാം കഴിച്ചിട്ട് ചാടണം. എന്നിട്ട് കുറച്ച് നേരം കിടക്കണം. ഇപ്പൊ നോക്കി കഴിച്ച് ഇപ്പൊ ഈ ആകാശം നോക്കിക്കോ. ഒരു റോസ്, പെർപ്പിള്, നീല, വൈറ്റ്, വാവ് എന്ത് പറഞ്ഞ ശബളം. വൈ പുരക്കേക്ക് പോയിട്ട് കുറച്ച് കിടക്കണം. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കണം. എന്നിട്ട് കുറെ വെള്ളം കുടിക്കണം. എന്നിട്ട് വേണം നമ്മൾ എടുത്ത വീഡിയോ. ഇതിന്റെ ഇടയ്ക്ക് ഒരു കാറുകാരൻ കയറി നോക്കിക്കോളെ. ഞാൻ പേരിച്ച് അടിച്ച് ഞങ്ങൾ കയറിയുണ്ട്. അത് ഇൻഡിക്കേറ്റർ ഇട്ടൊരു റേറ്റ കയറുള്ളൂ. ഞാൻ പേരിച്ച് ചത്തു. ഇപ്പൊ റോഡിന്റെ മണ്ടയ്ക്ക് സാൻഡ്വിച്ച് ആയേനെ എന്തോ ഭാഗത്ത് രക്ഷപ്പെട്ടു. എന്നിട്ട് ഈ വീഡിയോസ് എടുത്തതൊക്കെ കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്യണം. എന്റെ കമ്പ്യൂട്ടറിൽ നമ്മൾ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പൊ പിന്നെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഓക്കെ ബൈ. ഇനി അടുത്ത പ്രാവശ്യം പെട്ടെന്ന് വരാം. ഓക്കെ.